കല്യാണ പേരേക്ക് എത്തിയ ശേഷം നമുക്ക് ആകെ വ്ലോഗ് എടുക്കാൻ വേണ്ടി ഇവിടെ എല്ലാവരും ഫോട്ടോ വീഡിയോ എടുക്കുന്ന തിരക്കില്ല. പക്ഷെ നമുക്കുണ്ടോ സീനല്ലേ? എല്ലാവർക്കും ഷബാനും ഷമ്മാസിൻ്റെ ബ്രദറെല്ലാം ചെയ്യല്ല, ഷമ്മാസിൻ്റെ സിസ്റ്ററെല്ലാം നയിക്കണത്. ഹായ് ഗൈസ്, അപ്പോൾ ഇന്ന് നമ്മളെ അസുറിൻ്റെ കല്യാണത്തിന് വേണ്ടി പോവാണ്. അപ്പോൾ ഞാനെന്താ വെച്ച് കഴിഞ്ഞാൽ അസുർക്കാരുടെ വലിയ കണക്ഷൻ ഒന്നുമില്ല. പക്ഷെ ഞാനും ടീമിനൊക്കെ നമ്മൾ 2 കയ്യിൽ കൊണ്ടുവരുന്നു, അങ്ങനെ കണക്ഷൻ ഉണ്ട്. പിന്നെ പെങ്ങളെ എല്ലാ വിഷയങ്ങൾക്കും നമ്മൾ പല വിഷയങ്ങൾക്കുമായിട്ട് അസുറിനെ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചെറിയ ഇൻവിറ്റേഷൻ ഉണ്ട്. അപ്പോൾ നമ്മൾ പോവാണ്. ഞാൻ ആദ്യമായിട്ടാക്കറി എൻ്റെ ചാനലിൽ ട്രാവൽ അല്ലാത്തൊരു വ്ളോഗ് വരുന്നുണ്ടാവുക. അപ്പോൾ ഞാൻ അതിൻ്റെ എക്സൈറ്റഡ് ആണ്. അപ്പോൾ എന്തിരുന്നാലും നമ്മൾ ആരൊക്കെ കാണും എന്തൊക്കെ കാണുമെന്ന് എനിക്കറിയില്ല. അപ്പോൾ അതിൽ പോയി നോക്കാം. മുമ്പ് നമുക്ക് ഷാനൂൻ്റെ കല്യാണത്തിനും ജംഷാൻ അല്ലാത്ത ഇൻവിറ്റേഷൻ ഉണ്ടായിരുന്നു. പക്ഷേ അന്നെന്തോ കോളേജും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് പോകാൻ പറ്റില്ല. അപ്പോൾ അസുറിൻ്റെ കല്യാണത്തിന് നമ്മൾ പോവാണ്. ഇത് വ്ളോഗ് ഇന്ന് എന്തെന്നില്ല അല്ല, 2 ദിവസമായിട്ട് എനിക്ക് നല്ല ഊക്കുണ്ട് ഈ കല്യാണത്തിൻ്റെ പെരുമാറിയിട്ട്. അപ്പോൾ ഈ വ്ളോഗ് ഇടുമോ എന്ന് എനിക്കറിയില്ല, ഞാൻ എടുക്കുന്നുണ്ട്. അപ്പോൾ ആരൊക്കെ കാണും എന്തൊക്കെ കാണുമെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഇപ്പം ഏതായാലും അപ്പം എനിക്ക് ഏതായാലും ഇപ്പോൾ ലീവ് ആയതുകൊണ്ട് ഞാൻ ആസാമിൽ നിന്ന് വന്നോണ്ട് നല്ല പുതിയ കോസ്റ്റ്യൂമൊക്കെ ഇട്ടിട്ടാണ്. പെങ്ങൾ വാങ്ങി തന്നു, നമ്മളെ ബാങ്കാളോ അല്ല വാപ്പ വാങ്ങി തന്നു, 2 വാങ്ങി തന്നു. പിന്നെ ഏതായാലും ഇപ്പം നമ്മൾ പോയിക്കൊണ്ട് നിൽക്കുകയാണ്. ഞാൻ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കട്ടോ. ഇനിയിപ്പോൾ അത് MBD പിടിച്ച് കഷ്ടമാവും, കാരണം നമ്മളത്ര വയറൊന്നുമല്ല, എന്നാലും എയർ കയറാന്നൊക്കെ മതിയല്ലോ. അപ്പോൾ ഏതായാലും നമ്മൾ കല്യാണത്തിന് വേണ്ടി പോവുകയാണ്. അപ്പോൾ കല്യാണ വിശേഷങ്ങളൊക്കെ പറഞ്ഞുതരാം. സമയം നമുക്ക് 4:23, നമുക്ക് 5 മണിക്ക് റിസപ്ഷൻ തുടങ്ങാം. നമ്മളൊരു 5:10 എത്തും. അപ്പോൾ ബാക്കിയൊക്കെ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ എൻ്റെ കൂടെ ഉള്ളത് എൻ്റെ അനിയൻ ബാക്കിലുണ്ട്. ഓന് ഞാൻ ഒരേപോലത്തെ കോസ്റ്റ്യൂം ഇട്ടണത് ഏകദേശമൊക്കെ. പിന്നെ ഞങ്ങളെ പൊന്നാര താത്തണ്ട്. അപ്പോൾ ഓളും ബ്ലാക്ക് ഇട്ടിക്കണത്. അപ്പോൾ ഞങ്ങൾ 3 ഒരേ കോസ്റ്റ്യൂമിൽ പോണത്. ഇനിയിപ്പോൾ ഞങ്ങൾ ഡ്രസ് കോഡ് ഇട്ടുമെന്ന് പ്രശ്നവും അറിയില്ല. അപ്പോൾ ഏതായാലും എനിക്കറിയില്ല ഞാൻ എന്തൊക്കെ വരച്ച് മൈക്ക് കിട്ടിയാൽ എന്തും പറയും, അതാണ് വേറെ പ്രശ്നം. അപ്പോൾ ബാക്കി നമുക്ക് അവിടെ എത്തിയിട്ട് കാണിച്ചു തരാം കേട്ടോ. പരിപാടിയും കാര്യങ്ങളും ഫംഗ്ഷനും കാര്യങ്ങളും പിന്നെ ആരൊക്കെ കാണും ആരൊക്കെ എടുക്കും എന്തൊക്കെ വ്ളോഗ് എടുക്കുമെന്ന് ഒരു ഉറപ്പില്ല കേട്ടോ. ഈ വ്ളോഗ് വരുമെന്ന് ഉറപ്പില്ല, എന്നാൽ എന്തെങ്കിലുമൊക്കെ എടുക്കും. ഏതായാലും ബാക്കി വിശേഷങ്ങളൊക്കെ കാണിച്ചു തരാം. പക്ഷേ നമുക്ക് ഭയങ്കര സന്തോഷം കേട്ടോ. കാരണം നമുക്ക് ഹനാൻഷാനെ പോലത്തെ ഒരു സർക്കിളിൽ ഏതെങ്കിലും പരിപാടിക്ക് വരുമ്പോൾ നമുക്ക് ഇൻവിറ്റേഷൻ കിട്ടും. കാരണം നമ്മൾ തുടങ്ങിയത് വെച്ചാൽ ഏറ്റവും പ്രൗഡ് എന്ന് വെച്ചാൽ നമ്മൾ സ്വന്തമായിട്ട് തുടങ്ങിയൊരു സ്റ്റാർട്ടപ്പ്. ഞാനും പെങ്ങളും ഉള്ള ഫ്രണ്ടും 3 പാട് തുടങ്ങിയാണ് 2 എന്നുള്ളത്. അതിൽ നമുക്ക് അനാനും ടീമിനെ കൊണ്ടുപോകാൻ പറ്റി. പിന്നെ നിരന്തരമായിട്ട് നമുക്ക് ആ കണക്ഷൻ ഉണ്ടാക്കാൻ പറ്റി. പല പരിപാടികൾക്കും അവർ നമ്മളെ കൊണ്ടുപോകാൻ. ഇപ്പോൾ ലാസ്റ്റ് ഇവിടെ പെരുന്തൽമണ്ണ നടന്ന പരിപാടിക്കൊക്കെ ഞാൻ ആസാമിലിരുന്ന് പെങ്ങളും അനിയൻക്കൊക്കെ സ്പെഷ്യൽ ഗസ്റ്റ് പോലെ അവരെ സ്റ്റേജിൻ്റെ അടുത്ത് ഐ മീൻ ഗസ്റ്റ് മീൻസ് ആ മുന്നിലുള്ള ഇതുണ്ടാവുമല്ലോ, അവിടെയൊക്കെ അവർക്ക് നിൽക്കാൻ നമുക്ക് അങ്ങനത്തെ ഒരു എന്താ പറയുക അത്ര ഓപ്പർച്യൂണിറ്റി കിട്ടാൻ കാരണം നമുക്ക് 2 ആണ്. അപ്പോൾ എന്തുകൊണ്ടും 2 തുടങ്ങിയിട്ട് ഞങ്ങളൊക്കെ ഹാപ്പിയാണ്. ഇപ്പോൾ ഒരു പോസ്റ്റ് ഇട്ടിക്കണ്, ഇൻഷാല്ലാ റിസ്യൂം ആക്കും. അപ്പോൾ ചെറിയ സാങ്കേതിക തകരാറുകളാണ് ഇൻഷാല്ലാ. അപ്പോൾ 2 പറ്റിയാണ് പറഞ്ഞത്. 2 അന്ന് ഇന്നും പ്രൗഡാണ്, ഇപ്പോഴും പ്രൗഡാണ്. ഇപ്പം ഇന്ന് അതെ നമുക്ക് അത്ര ആൾക്കാർ കൊണ്ടുപോകാൻ പറ്റും. പിന്നെ പ്രത്യേകിച്ച് പറയാന്ന് വെച്ചാൽ ഞാനും പഠിക്കാണ്, ഓളും പഠിക്കാണ്. ഞങ്ങൾ രണ്ടാളും പഠിക്കുകയാണ്. ഇപ്പോൾ ഞാൻ പഠിക്കണമെങ്കിൽ എനിക്ക് മാസം കിട്ടും 3 ദിവസം ലീവ്. അവൾക്ക് അവളെ കിട്ടുന്ന ചെറിയ വീക്കെൻഡ് ലീവുകൾക്ക് മാത്രം വെച്ചിട്ടാണ് നമ്മളിപ്പോൾ ഇങ്ങനെ തുടങ്ങി നമ്മൾ ഇവിടം വരെ എത്തിയത്. ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് ഏറ്റവും ബെസ്റ്റ് തോന്നി എന്താ അറിയോ, ഞാൻ അതിങ്ങനെ പറഞ്ഞ് കുറേ പോയിട്ടോ. ഏറ്റവും തോന്നി എന്താ അറിയോ, ഞാൻ പണ്ട് ട്രിപ്പ് പോണ സമയത്ത് ഞാൻ മൂന്നാർ പോണ സമയത്ത് പൗതി കളിച്ചിട്ട് പറഞ്ഞു തിരിച്ച് അടുത്തൊരു സമയമാകുമ്പോൾ വീട്ടിൽ എത്തണം എന്നാണ്. അതേപോലെ ഞാനും ചങ്ങായിമാരൊക്കെ പാടെ ഞാൻ വീട്ടിലത്തെ കാർ എടുത്തിട്ട് കൊടൈക്കനാൽ പോയി. കൊടൈക്കനാൽ രാവിലെ 8 മണിക്ക് എത്തി 9 മണിക്ക് സ്റ്റേ ചെയ്തപ്പോൾ കേട്ടോ. അപ്പോൾ സ്റ്റേ നോക്കിയത് തീരുമാനമായി പൈസ കൊടുക്കാൻ വേണ്ടി നിൽക്കുമ്പോൾ ഇപ്പോൾ വിളിച്ചിട്ട് പറഞ്ഞു അങ്ങനെയൊക്കെ പറഞ്ഞു രാത്രി വിളിച്ചതിന് വീട്ടിലേക്ക് വണ്ടി എത്തണം എന്ന് പറഞ്ഞു. അതേ വാപ്പയാണ് ഇപ്പോൾ ഇന്നെ എല്ലാ ട്രിപ്പിനും, ഈവൻ എൻ്റെ എല്ലാ ട്രിപ്പിനും എന്ന് പറഞ്ഞാൽ അത് അത്രയും സപ്പോർട്ടാണ്. ഞാൻ ഇപ്പോൾ എവിടെ എത്തിയാലും എന്തായി എന്തെങ്കിലും കുറവുണ്ടോ ഓക്കെ അല്ലേ ഫുഡ് കഴിച്ചോ പിന്നെ അടുത്ത സ്ഥലം എടുക്കാൻ പോകണത് ഇനി എന്നാ വരുന്നത്. അപ്പോൾ എനിക്ക് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഇന്നലെ പിന്നെ ഉമ്മാട് പറഞ്ഞ ഭയങ്കര ഇതായി തോന്നി. ഓനാണെങ്കിൽ ഇപ്പോൾ 2 ദിവസം ഒരിക്കലും പോയിക്കോളി, അടുത്ത ആഴ്ച ട്രിപ്പ് ഇടുമ്പോൾ പോകും പിന്നെ നിങ്ങൾക്ക് കിട്ടൂല. അപ്പോൾ അതൊക്കെ കേൾക്കുമ്പോൾ നമ്മളെ എന്താ പറയുക പാഷന് അല്ലെങ്കിൽ നമ്മളെ പ്രൊഫഷന് നമ്മളെ പാരൻസ് നമ്മളെ സപ്പോർട്ട് ചെയ്യുക, അത് ഭയങ്കര പ്രൗഡാണ്. അത് മിന്നാന്ന് ഞാൻ കേട്ട സാധനം ഭയങ്കര ഇതാണ്. വേണമെങ്കിൽ നോക്കിക്കോളി അല്ലെങ്കിൽ 2 ദിവസം അങ്ങനെ ട്രിപ്പ് പോകും പിന്നെ ഓനെ കിട്ടൂല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കുള്ള സമയത്ത് നമ്മൾ മാക്സിമം ട്രിപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് പോകുന്നുണ്ട്. അപ്പോൾ 2 വരും, അടുത്ത വർഷം ഇതിൽ ഉയർന്നേൽക്കും ഇൻഷാ അല്ലാ. അപ്പോൾ അത്രേ ഉള്ളൂ. ഞാൻ പറഞ്ഞ് എവിടേക്കൊക്കെ എത്തി.
അപ്പോൾ ഏതായാലും നമ്മൾ കല്യാണത്തിനാണ് പോകണം. അപ്പോൾ നമ്മൾ 2 വേ എന്നുള്ളതാണ്. 2 വേ എന്നാണ് നമ്മൾ എല്ലാ കാര്യങ്ങളും സ്റ്റാർട്ട് ചെയ്തത്. ആൻഡ് അതിന് ഏറ്റവും ബെസ്റ്റായിട്ട് റീസൺ ആയിട്ടുള്ള കുറച്ച് ആൾക്കാരാണ് ഹനാൻഷാ ടീം, അതുപോലെ തന്നെ അതിലിപ്പോൾ അസുറിനെയൊക്കെ ഭയങ്കര എടുത്തു പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ട്. നമുക്ക് വ്ളോഗിലേക്ക് പറയാൻ പറ്റില്ല, കുറച്ച് പേഴ്സണൽ തിങ്സ് ആണ്. അതായത് നമുക്ക് നമ്മളെ പെങ്ങളെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മളൊരു സമയത്ത് അസുറിനെ കോൺടാക്ട് ചെയ്തിട്ട് ജോർജിയുള്ള അസുറു നമുക്ക് കസാക്കിസ്ഥാൻ, ഉസ്ബെക്കിസ്ഥാൻ പല വിഷയങ്ങൾക്കും വേണ്ടി നമുക്ക് ഓടി അല്ലേ പല വിഷയങ്ങൾക്ക് സംസാരിച്ച ആളാണ്. അതെ, ആ വിഷയത്തിൽ ആരൊക്കെയാണ് കോണ്ടാക്ട് ചെയ്യാൻ പറ്റുക, അത്രയും പീക്ക് ആൾക്കാരെ കോണ്ടാക്ട് ചെയ്യാൻ വേണ്ടി പറ്റി. സോ അപ്പോൾ അത്രയും കടപ്പാടുള്ളൊരു മനുഷ്യനെ ഇതാണ്. അപ്പോൾ നമുക്ക് വെച്ചാൽ നിങ്ങൾ പണ്ട് 2 വേൻ്റെ പേര് പറഞ്ഞ് ഇപ്പം നിങ്ങൾ മുതലാക്കാന്ന് വിചാരിക്കുന്നവരൊക്കെ ഉണ്ടാവും. പക്ഷെ അങ്ങനെയല്ല, നമുക്ക് പേഴ്സണലി നമുക്ക് പല രീതിയിലും നമ്മളെ ഹെൽപ്ഫുൾ ചെയ്ത ആൾക്കാരാണ്. അപ്പോൾ അവരൊരു പരിപാടിക്ക് വിളിച്ചപ്പോൾ ഇന്നലെയും കൂടി ഓൾക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു, ബ്രദറിനെയും അല്ലേ ഇവരൊക്കെ കൂട്ടി വരണം എന്നൊക്കെ പറഞ്ഞിട്ട് വിളിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതൊക്കെ കേട്ടപ്പോൾ പിന്നെയും പോകാനുള്ളതായി. അപ്പോൾ ഏതായാലും ഞാൻ ബാക്കി വണ്ടി ഓടിക്കാണ് ഇൻഷാ അല്ലാ. ഞാൻ പറഞ്ഞില്ലേ സംസാരിച്ചു തുടങ്ങി എൻ്റെ കൺട്രോൾ പോകും. അപ്പോൾ നമ്മൾ കല്യാണ പേരൊക്കെ എത്തിയപ്പോൾ നമുക്ക് മടിയായിട്ടോ വീഡിയോ എടുക്കാനൊക്കെ. ഏതായാലും അല്ലേ സെറ്റപ്പാണ് വീഡിയോൻ്റെ. ഇവിടുത്തെ കുറച്ച് സംഭവങ്ങൾ നമ്മൾ കാണിച്ചു തരാം. നമ്മൾ വ്ളോഗ് എടുക്കണമെന്നില്ല, ഞങ്ങൾക്ക് TGM ഇട്ട് കണ്ടോളി. ഓഡിറ്റോറിയം ഇപ്പോൾ എൻട്രി എന്ത് സമയമാണ് ഇപ്പോൾ? 6 എൻട്രി. അപ്പം നമ്മളെല്ലാവരും ഉള്ളിൽ പോകാൻ നിൽക്കണം. പുറത്തുള്ള ആൾക്കാരെല്ലാവരും ഉള്ളിൽ കയറി കണ്ടിട്ട് എൻ്റെ സെറ്റ് ആക്കാണ്ടിരിക്കണ്ട്. നമ്മളെ പറ്റുന്ന പോലെ നമ്മൾ കാണിച്ചു തരാം. ഫുൾ സെറ്റപ്പാട്ടോ. കല്യാണ പേരേക്ക് എത്തിയ ശേഷം നമുക്ക് ആകെ വ്ളോഗ് എടുക്കാൻ വേണ്ടി ഇവിടെ എല്ലാവരും ഫോട്ടോ വീഡിയോ എടുക്കാൻ തിരക്കില്ല. പക്ഷെ നമുക്കുണ്ടോ സീനല്ലേ? എല്ലാവർക്കും ഷബാനും ഷമ്മാസിൻ്റെ ബ്രദറെല്ലാം ചെയ്യണേ, ഷമ്മാസിൻ്റെ സിസ്റ്ററെല്ലാം നയിക്കണത്. അപ്പോൾ ഇതാട്ടോ നമ്മളെ ഫുഡ് സെക്ഷൻ വരുന്നത് ഇതാണ്. മറ്റേതൊന്നും നമുക്ക് വ്ളോഗ് എടുക്കാൻ പറ്റില്ല, നമ്മൾ ഫുഡ് ഷാറായിട്ട് വ്ളോഗ് എടുക്കാൻ പറ്റും, സെറ്റാക്കാം കേട്ടോ. ഒന്ന് ബൊഫേ ഓർമ്മയില്ല, നമ്മൾ ഇവിടെ തിരക്കാണ്. അപ്പോൾ നമ്മൾ ബൊഫേയിൽ പോയാണ്, അതായത് ഒന്നൊരു ബെസ്റ്റ് വേണം ചേരാ കല്ല വടി ഉണ്ട് കേട്ടോ. ഇവിടെ എല്ലാവരും നോക്കാം. പൊറോട്ട ഇതെന്ത് സാധനം? നെയ്പ്പക്കാവുന്നുണ്ട് നമുക്കൊന്നുണ്ട് ചോറതി കേട്ടോ. ഫുൾ ഫുഡ് പരിപാടി ഇവിടെ ബൊഫേ സിസ്റ്റം ഉണ്ട്. ഉള്ളിൽ നമുക്ക് കഴിക്കാനുള്ള സൗകര്യമുണ്ട്. അപ്പോൾ ഇതാട്ടോ ഫുഡ് നമ്മൾ കഴിക്കുന്നത് ബീഫും ചിക്കൻ 2 ടൈപ്പ് ചോറും മുട്ടയും സലാഡും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. അപ്പോൾ നമ്മളെ ഫുഡ് ഡേ കേട്ടോ. ഫുഡ് ഡേ കഴിഞ്ഞാൽ ഇവിടെ ഒരുപാട് വെറൈറ്റി ഐറ്റംസ് ഉണ്ട് കേട്ടോ. ലോലിപോപ്പും സ്നാക്സും കേക്ക്സും ഒക്കെ ആയിട്ട്. അതുപോലെ തന്നെ അവിടെ നല്ല ചോക്ലേറ്റ് കേക്ക് ഉണ്ട്. ഹണി കേക്കിൻ്റെ ടീമാട്ടോ ചോക്ലേറ്റ് കേക്ക്.
അപ്പോൾ ഗൈസ് അങ്ങനെ നമ്മൾ വ്ളോഗ് എവിടെ വെച്ച് അവസാനിപ്പിച്ചു. അങ്ങനെ നമ്മൾ പുരയിലേക്ക് എത്തി. ഏകദേശം 2 ദിവസം കഴിഞ്ഞിട്ടാണ് നമ്മൾ വ്ളോഗ് അപ്ലോഡ് ആക്കുന്നത്. അപ്പോൾ നമ്മൾ പോയ ചെറിയ വിശേഷങ്ങൾ ജസ്റ്റ് എവിടേക്കോ ഒതുക്കി വിട്ടതാണ്. പിന്നെ നമ്മൾ തന്നെ സോഷ്യൽ ആങ്സൈറ്റി ഉള്ള ഇൻട്രോവേർട്ടായ ഒരാളായതുകൊണ്ടാണ് അതിൻ്റെ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ നിങ്ങൾ ഇഷ്ടപ്പെട്ട നല്ല ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ കുറച്ച് ട്രാവൽ വീഡിയോസ് വരുന്നുണ്ട്. അപ്പോൾ ഇത് ബൈ.